സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി തുറന്നുകാട്ടി 24 ലൈവത്തോൺ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വിവരം ആ ലൈവത്തോണിലാണ് പുറത്തു വന്നത്. അതുപോലെ കോട്ടയത്ത് ന്യൂറോ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന വിവരവും നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പല വിഭാഗങ്ങളിലും സർജന്മാരില്ലാത്ത അവസ്ഥയാണ്. രോഗികൾ അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഗുരുതര പ്രതിസന്ധിയാണ് 24 ലൈവത്തോൺ തുറന്നുകാട്ടിയത്. മാസങ്ങളായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ശസ്ത്രക്രിയകൾ അവതാളത്തിലായത്. 6 മാസം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് തീയതി ലഭിച്ച രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ ന്യൂറോ വിഭാഗത്തിൽ ഉൾപ്പെടെ ശസ്ത്രക്രിയ മുടങ്ങി. ഡോക്ടർമാര് കാർഡിയോളജി വിഭാഗത്തിൽ കുറവുണ്ട്. മെയിനായിട്ട് വേണ്ടത് ന്യൂറോ സർജറി വിഭാഗത്തിലാണ്. അതിൽ നിലവിൽ 6 ഡോക്ടർമാർ ഉണ്ടായിരുന്നത് അതിൽ 3 പേര് ട്രാൻസ്ഫർ ആയിപ്പോയി. ആകെ 52 ബെഡ് എവിടെ ഉള്ളൂ. അതിൽ 152 പേഷ്യന്റോളം അവിടെ വരുന്നുണ്ട്. അത് വരാന്തയിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി, യൂറോളജി, കാർഡിയോളജി വിഭാഗത്തിൽ സർജന്മാരില്ലാത്ത അവസ്ഥയാണ്. 2014 2 കോടി മുടക്കി ഉപകരണം വാങ്ങിയിട്ടും ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ന്യൂറോ സർജൻ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി മറ്റാശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും രോഗികൾ പറയുന്നു. പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ്, അതാണ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇവിടെ ശസ്ത്രക്രിയകളടക്കം മുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാനായി 1 മാസത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വർഷവുമുള്ള നടപടിയാണെന്നും എമർജൻസി ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം. കോഴിക്കോട് കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ നാളെയോടെ മരുന്നു വിതരണം നിർത്തേണ്ട അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് 24.